6 വർഷത്തെ പ്രണയം, 1.5 വർഷത്തെ ദാമ്പത്യ ജീവിതം. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വന്തം ഭാര്യയെ എങ്ങനെ സംശയിക്കാൻ തോന്നും? ആരെങ്കിലുമായി ഫോൺ വിളിച്ചാൽ പ്രശ്നം, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ചോദ്യം ചെയ്യൽ, സ്വന്തം മാതാപിതാക്കളോ സുഹൃത്തുക്കളോ വിളിച്ചാൽ സംശയം. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി ദീക്ഷിത് ഒരു സംശയ രോഗിയായിരിക്കണം. ഭാര്യയോടുള്ള സംശയം അയാളെ കൊലയാളിയാക്കി. വൈഷ്ണവിയെ ദീക്ഷിത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ ദീക്ഷിത് പറഞ്ഞ കഥ മറ്റൊന്നായിരുന്നു. വീട്ടിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായെന്ന് പറഞ്ഞാണ് ദീക്ഷിത് ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് വൈഷ്ണവിയെ കാട്ടുകുളത്തെ ഭർതൃ വീട്ടിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയം ഭർത്താവ് ദീക്ഷിത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വൈഷ്ണവിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായെന്നും അവശ്യ നിലയിലായെന്നും പറഞ്ഞ് ദീക്ഷിത് ഭാര്യയുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചു. തുടർന്ന് വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തെത്തി. ഇതിനിടെ വൈഷ്ണവിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. യുവതിയുടെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ഉള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിയത്. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഇതോടെ ദീക്ഷിതിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറൻസിക് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചത്. മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതെന്നാണ് ദീക്ഷിത്തിന്റെ മൊഴി. ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും ഇയാൾ സമ്മതിച്ചു. വൈഷ്ണവിയെ കൊലപ്പെടുത്തിയത് മുഖത്ത് ബെഡ്ഷീറ്റ് അമർത്തിയാണ്. ബന്ധുക്കളെ വിവരമറിയിച്ചത് മരിച്ചെന്ന് ഉറപ്പായി 1 മണിക്കൂറിന് ശേഷവും. പ്രതിയുടെ വീട്ടിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. ദമ്പതിമാർക്കിടയിൽ സംശയം അത് മാറുന്നില്ല എങ്കിൽ അതിന്റെ പരിഹാരം കൊലപാതകമല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം.